ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 26 ചൊവ്വാഴ്ചയാണ്. ക്രിസ്മസിന്റെ വലിയ ആഘോഷങ്ങൾ ഇനിയും തീർന്നിട്ടില്ല, കാരണം ന്യൂ ഇയർ വരാനിരിക്കുകയാണ്. തിരികെ മാർക്കറ്റിലേക്ക് വന്നാൽ US മാർക്കറ്റുകൾ വെള്ളിയാഴ്ച പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. US ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. എന്തായാലും ധാരാളം കാര്യങ്ങൾ നോക്കാനുണ്ട്. ആദ്യം മാർക്കറ്റ് ന്യൂസിലേക്ക്. പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യം കോവിഡ് കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. കഴിഞ്ഞ 4 ആഴ്ചകളിൽ പുതിയ കോവിഡ് കേസുകളുടെ എണ്ണം 52% വർദ്ധിച്ചു. ഈ കാലയളവിൽ 8,50,000 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി WHO അറിയിച്ചു. പക്ഷേ മരണസംഖ്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ 8% കുറവാണ് കഴിഞ്ഞ മാസവുമായി കമ്പയർ ചെയ്യുമ്പോൾ കാണുന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തവരിൽ 23% വർധനവുണ്ട്. ICUവിൽ പ്രവേശിക്കപ്പെട്ടവരിൽ 51% വർധനവുമുണ്ട്. മാസ്ക് ധരിക്കാനും അകലം പാലിക്കാനും നല്ല ശുചിത്വം പാലിക്കാനുമാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. ഇനി പൊതുവിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് തന്നെയാണ് മാർക്കറ്റിന് ഉണ്ടാക്കുക എങ്കിലും ഫാർമസ്യൂട്ടിക്കൽ ഹെൽത്ത് കെയർ കമ്പനികൾ, അതുപോലെ ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക് എന്നിങ്ങനെയുള്ള കമ്പനികൾ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, ഡിജിറ്റൽ ഹെൽത്ത് കെയർ, ടെലിമെഡിസിൻ എന്നീ കമ്പനികൾക്കൊക്കെ വളരെയധികം ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു നെഗറ്റീവായിട്ടുള്ള വാർത്തയിലേക്ക് പോകാം. പ്രതികൂല സാഹചര്യങ്ങൾ കാരണം 2028ഓടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 100% ആകുമെന്ന IMFന്റെ ഫോർകാസ്റ്റ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആശങ്കയുയർത്തുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹിക ക്ഷേമം തുടങ്ങിയ നിർണായക മേഖലകളിലെ സർക്കാർ ചിലവ് നിയന്ത്രിക്കണം എന്നാണ് IMF പറയുന്നത്. എന്നാൽ IMFന്റെ വാദങ്ങൾ സർക്കാർ അത് അനിവാര്യമല്ലെന്ന് ഊന്നി പറയുകയും ചെയ്തു. മാത്രമല്ല ഡെപ്റ്റ് ടു GDP റേഷ്യോ 81% 2022-23 സാമ്പത്തിക വർഷത്തിലെങ്കിൽ അത് 70% കുറയും എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എന്തായാലും ഡെപ്റ്റ് ടു GDP റേഷ്യോ കുറയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സർക്കാർ വാദങ്ങൾ അത്തരത്തിലാണ്. മറ്റൊരു വാർത്തയിലേക്ക്, നിഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസിലേക്കാണ്. നിഫ്റ്റി ഡിസംബർ സീരീസിൽ 7% ഉയർന്നത്. കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ 17% നിഫ്റ്റി ഉയരുകയുണ്ടായി. മറ്റ് വിപണികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ തന്നെയാണ്. ICICI സെക്യൂരിറ്റീസ് 2024 കലണ്ടർ വർഷത്തിൽ നിഫ്റ്റിയിൽ ബുള്ളിഷാണ്. മാത്രമല്ല 24,200 എന്ന ടാർഗറ്റാണ് ICICI പറയുന്നത്. ഓട്ടോ, സിമെന്റ്, ഹെൽത്ത് കെയർ എന്നീ സെക്ടറുകളിൽ നിന്നുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ നയിക്കുക. അങ്ങനെ 24,200 എന്ന ലെവലിലേക്ക് നിഫ്റ്റി എത്തും എന്നും ഈ ബ്രോക്കേജ് സ്ഥാപനം പറയുന്നു. നിലവിലെ സാഹചര്യങ്ങൾ തുടരുമെന്നും 2024 പകുതി വരെ വലിയ വൊളറ്റാലിറ്റി നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാമെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ബൈ ഓൺ ഡിപ്സ് സ്വീകരിക്കാനാണ് അവർ പറയുന്നത്. ഡോളറിൽ ഇടിവുണ്ടായത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായി ബൈ ചെയ്യാൻ ഒരു കാരണമായി. ഇനി ഫെഡറൽ റിസർവ് 3 റേറ്റ് കട്ടാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഡോളർ ഇനിയും വീക്കാകുമെന്നും നമ്മുടെ മാർക്കറ്റ് കൂടുതൽ ഉയരങ്ങളിൽ എത്തുമെന്നും ICICI സെക്യൂരിറ്റീസ് പറയുന്നു. വളരെ പോസിറ്റീവായി എടുക്കാൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണ്. പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവൻസിലേക്കാണ്. ഡിസംബർ 26 ചൊവ്വാഴ്ച ചിക്കാഗോ ഫെഡറൽ നാഷണൽ ആക്ടിവിറ്റി ഇൻഡെക്സ് ഡാറ്റ വരുന്നുണ്ട്. ഡിസംബർ 27 ബാങ്ക് ഓഫ് ജപ്പാൻ സമ്മറി ഓഫ് ഒപ്പീനിയൻസ് ഡാറ്റ, ചൈനീസ് ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ്സ് എന്നീ ഡാറ്റകളാണ് വരുന്നത്. ഡിസംബർ 28 വ്യാഴാഴ്ച US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ വരുന്നുണ്ട്. ഡിസംബർ 29 ഫിസിക്കൽ ഡെഫിസിറ്റ് ഡാറ്റയാണ് വരുന്നത്. അന്ന് തന്നെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് Q3 ഡാറ്റ വരുന്നുണ്ട്. ബാങ്ക് ലോൺ ഗ്രോത്ത് റേറ്റും ഡാറ്റയും വരുന്നുണ്ട്. മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റയും അന്നേ ദിവസം തന്നെയാണ്. പ്രധാനപ്പെട്ട ഇവൻസിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കും. നിഫ്റ്റി വെള്ളിയാഴ്ചയും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി തുടർച്ചയായ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 0.44% ഉയർന്ന് 21,349 ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഒരു വൊളറ്റൈൽ സെഷൻ തന്നെയായിരുന്നു. 2 സൈഡിലേക്കും വലിയ മൂവ്മെൻറ്റ്സ് ആണ് അന്ന് വന്നത്. നിഫ്റ്റി 21,600 എന്ന മാർക്കിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിലാണ്. പക്ഷേ വീക്ക്ലി ഡാറ്റയിൽ തുടർച്ചയായ 7 ആഴ്ചയിലെ നേട്ടത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി നെഗറ്റീവിലാണ് വീക്ക്ലി ചാർട്ടിൽ ക്ലോസ് ചെയ്യുന്നത്. ലോങ് ലോവർ ഷാഡോയോട് കൂടിയ ഒരു സ്മോൾ ബോഡിയോടും കൂടിയ ബിയറിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് വീക്ക്ലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഈ കാൻഡിൽ സ്റ്റിക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ലോവർ ലെവലിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാം എന്ന് തന്നെയാണ്.
ഡെയിലി ചാർട്ടിൽ ചെറിയ അപ്പർ ലോവർ ഷാഡോയോട് കൂടിയ ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. 21,500 മുതൽ 21,550 വരെ അപ്സൈഡിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോൺ ആവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 21,200 എന്നൊരു സോൺ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ താഴെ ആയിട്ട് ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇനിയും താഴേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 22,000-ലാണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,500-ലും അതിനുശേഷം 21,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,200 സ്ട്രൈക്കിലും അതിനുശേഷം 21,300 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 21,500-ആണ് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത്. 21,300-ആണ് ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുമുള്ളത്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 21,300 സ്ട്രൈക്ക്, അവിടെ 80% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് അവിടെ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ വെറും 4% വർധനവ് മാത്രമാണ്, ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ് ആ സ്ട്രൈക്കിലുള്ളത്. 21,250 സ്ട്രൈക്കിൽ 95% വർധനവ് ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിൽ കാണുന്നത്. 39% ഇടിവാണ് നമുക്ക് കോൾ സൈഡിൽ കാണാൻ കഴിയുന്നത്. അതായത് ആ സ്ട്രൈക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് ആണ് നടക്കുന്നത്. 21,350 സ്ട്രൈക്കിൽ 305% വർധനവ്, ശക്തമായ ഒരു ലോങ് ബിൽഡപ്പ് നമുക്ക് പുട്ട് സൈഡിൽ കാണാം. കോൾ സൈഡിലേക്ക് വന്നാൽ 154% വർധനവുണ്ട്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കോൾ സൈഡിലുള്ളത്. ഈ 3 സ്ട്രൈക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ പുട്ട് സൈഡ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 348 പോയിന്റ്സ് ഇടിഞ്ഞ് 47,492-ലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഡെയിലി ചാർട്ടിൽ ലോങ് ലോവർ ഷാഡോയോട് കൂടിയ ബീറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. ഡൗൺ സൈഡിൽ 47,400 ഒരു ക്രൂഷ്യൽ സോൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 47,100 ലെവലിലേക്കൊക്കെ ഡൗൺ സൈഡിൽ ബാങ്ക് നിഫ്റ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്സൈഡിൽ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,700-ആണ്. അതിന് മുകളിലേക്ക് പോയാൽ 48,000, 48,200 ലെവലുകൾ ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുമുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് വീക്ക്ലി ഡാറ്റയിലേക്ക് പോയാൽ കോൾ സൈഡിൽ 48,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 49,000 സ്ട്രൈക്കിലും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,000-ലും അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. ഇപ്പോൾ വൊളറ്റൈൽ ആയിട്ടുള്ള ഒരു സെഷനാണ് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ കാണാൻ കഴിയുന്നത്. അതായത് ഇന്ത്യ വിക്സ് ഹൈ ആയിട്ടുള്ള ഒരു വൊളറ്റൈൽ സെഷനിലൂടെയാണ് കടന്നു പോകുന്നത്. 13.71 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. 0.36% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യം റിലയൻസ് ഇൻഡസ്ട്രീസിനെ കുറിച്ചുള്ള വാർത്തയാണ്. വാൾട്ട് ഡിസ്നിയും റിലയൻസ് ഇൻഡസ്ട്രീസും തങ്ങളുടെ ഇന്ത്യൻ മീഡിയ ഓപ്പറേഷൻസ് ലയനത്തിന് 2023 ഡിസംബർ 25 ഒരു നോൺ ബൈൻഡിംഗ് കരാർ ഏർപ്പെടുത്തുന്നതായി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്തത് പേടിഎമ്മിനെ കുറിച്ചുള്ള വാർത്ത. തങ്ങളുടെ പ്രവർത്തനങ്ങളും വിപണന വകുപ്പുകളിലുള്ള ജോലികളും പ്രക്രിയകളും ഓട്ടോമാറ്റ് ചെയ്യുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തുന്നു എന്ന് പേടിഎം പറയുന്നു. മാത്രമല്ല ഇത് തങ്ങളുടെ തൊഴിൽ ശക്തിയിൽ, അതായത് വർക്ക് ഫോഴ്സിൽ നേരിയ കുറവുണ്ടാക്കും എന്നും പേടിഎം പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഇൻഫോസിസുമായി ബന്ധപ്പെട്ട ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ്. ഒരു ആഗോള കമ്പനിയുമായുള്ള ധാരണാപത്രം MOU കമ്പനിക്ക് നഷ്ടപ്പെട്ടു. 15 വർഷങ്ങളിലായി $1.5 ബില്യൺ പദ്ധതി മൂല്യം പ്രതീക്ഷിച്ചിരുന്നത്. ഇത് ഇൻഫോസിസിന് വലിയൊരു നഷ്ടം തന്നെയാണ്. അടുത്തത് UPL. അർഹരായ ഇക്വിറ്റി ഷെയർ ഉടമകൾക്ക് റൈറ്റ് ഇഷ്യൂ അടിസ്ഥാനത്തിൽ ഇക്വിറ്റി ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ 4,200 കോടി രൂപ വരെ ഫണ്ട് ശേഖരിക്കാൻ ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി KPIT ടെക്നോളജീസ് ആണ്. എൻഡ്രീം AGയിൽ KPIT ടെക്നോളജീസ് 13% ഓഹരികൾ സ്വന്തമാക്കിയത് ഗെയിമിംഗ് രംഗത്ത് ഇൻകാർ എന്റർടൈൻമെന്റ് വികസിപ്പിക്കുന്നതിൽ ഒരു നിർണായക ചുവടുവെപ്പായി. ഇന്ന് IPOയിൽ നിന്നും ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ്, മോത്തി സൺസ്, സൂരജ്, എസ്റ്റിയ എന്നീ കമ്പനികളാണ്. F&O സെഗ്മെന്റിൽ ഇന്ന് ബാനായ സ്റ്റോക്കുകൾ നാഷണൽ അലുമിനിയം, അശോക് ലൈലാൻഡ്, ബൽറാംപൂർ ചിനി മിൽസ്, ഡെൽറ്റ കോർപ്പ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമെന്റ്സ്, സെയിൽ എന്നീ കമ്പനികളാണ്. മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് എന്നിവ ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി ധാരാളം കാര്യങ്ങൾ
ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. മാത്രമല്ല രാവിലെ 11 മണി മുതൽ 3:30 വരെ നമ്മുടെ ലൈവും ഉണ്ടായിരിക്കുന്നതാണ്. ആ ലൈവ് കാണാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ജോലി തിരക്കിനിടയിൽ നമ്മുടെ ലൈവ് സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ സർവീസസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി തൊട്ട് മുകളിൽ നമ്മൾ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഷെയർ ചെയ്യുന്ന എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും യഥാസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്ത സെഗ്മെന്റിലേക്ക്, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത F&F സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ് പോകുന്നത്. F&F സെഗ്മെന്റിൽ ഗ്രാസിം 2080 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 2078 2034 വരെയാണ് സ്റ്റോക്ക് ഡൗൺ ആയത്. ടാർഗറ്റായി നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത് 2060 ആയിരുന്നു. ടാർഗറ്റും ഹിറ്റ് ചെയ്ത് വളരെയേറെ താഴേക്ക് ഡൗൺ ആയി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ഗ്രാസിമിൽ ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഗെയിലായിരുന്നു. 145 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 147.15 എന്ന നിലയിൽ. ടാർഗറ്റ് 152 ആയിരുന്നു. നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. നല്ല പ്രോഫിറ്റാണ് ഗെയിലിൽ ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഹിൻഡ് കോപ്പറാണ്. ഡിസംബർ 21 സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. 215 CE ആയിരുന്നു പറഞ്ഞത്. 216 എന്ന നിലയിൽ എൻട്രി എടുത്തു. ടാർഗറ്റ് 225 ആയിരുന്നു. എന്നാൽ സ്റ്റോക്ക് 232 വരെയാണ് റാലി ചെയ്ത്. നല്ല പ്രോഫിറ്റാണ് നമുക്ക് അവിടെയും ലഭിച്ചത്. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് HCL ടെക് ആയിരുന്നു. 1440 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 1441 എന്ന നിലയിൽ. സ്റ്റോക്കിൽ നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരുന്നത് 1466 ആയിരുന്നു. എന്നാൽ സ്റ്റോക്ക് 1467 വരെയാണ് അപ്പായത്. ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നല്ല പ്രോഫിറ്റും നമുക്ക് HCL ടെക്കിൽ ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് നല്ല പ്രോഫിറ്റ് ലഭിച്ചത് കോൾ ഇന്ത്യ ആയിരുന്നു. 360 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 364.75 എന്ന നിലയിൽ. സ്റ്റോക്ക് പിന്നീട് നല്ലവണ്ണം അപ്പായി. 367 വരെയാണ് അപ്പായത്. മറ്റൊരു സ്റ്റോക്ക് DLF ആയിരുന്നു. 700 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 711 എന്ന നിലയിൽ. പിന്നീട് 718.7 വരെ സ്റ്റോക്ക് അപ്പായി. ഇനി ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകളെ കുറിച്ച് പറയാം. മാരുതി 10,200 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 10,214.7 എന്ന നിലയിൽ ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. മറ്റൊരു സ്റ്റോക്ക് PEL 920 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 926. സ്റ്റോക്ക് 933 വരെ അപ്പായി. ഇപ്പോൾ സ്റ്റോക്ക് ഹോൾഡിങ്ങിലാണ്. അടുത്തത് ഫെഡറൽ ബാങ്കാണ്. 155 CE ആയിരുന്നു പറഞ്ഞത്. 155.15 എന്നതിൽ എൻട്രി എടുത്തു. ഇപ്പോൾ സ്റ്റോക്ക് ഹോൾഡിങ്ങിലാണ്. അടുത്തത് ടാറ്റ മോട്ടോഴ്സ് 700 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 729.55 എന്ന നിലയിൽ. സ്റ്റോക്ക് ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. സ്വിംഗ് സെഗ്മെന്റിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകളെ കുറിച്ച് പറയാം. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കാണ് ആദ്യം പറയുന്നത്. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി GE ഷിപ്പ് എന്ന കമ്പനി നമ്മൾ ഡിസംബർ 19 പറയുന്നത്. 963 എന്ന നിലയിലാണ് എൻട്രി എടുത്ത്. സ്റ്റോക്കിൽ ടാർഗറ്റായി ഫിക്സ് ചെയ്ത് 1040 ആയിരുന്നു. എന്നാൽ സ്റ്റോക്ക് 1042 വരെയാണ് അപ്പായത്. നമുക്ക് ടാർഗറ്റ് ഈ സ്റ്റോക്കിൽ ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് സൺ TV ആയിരുന്നു. ഇൻട്രാഡേയിൽ തന്നെയാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചത്. 704.4 എന്ന നിലയിൽ എൻട്രി എടുത്തു. 722 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ഇൻട്രാഡേയിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചത് വളരെ വലിയൊരു സന്തോഷം തന്നെയാണ്. ഇവിടെ നമ്മൾ പറയുന്ന F&F സ്റ്റോക്കുകളിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത അല്ലാത്ത സ്റ്റോക്കുകളിൽ നമ്മൾ ഒന്നും തന്നെ നമ്മുടെ ടാർഗറ്റും അതുപോലെ SLും പറയാറില്ല. അത്രയേറെ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIIDA ആക്ടിവിറ്റിയാണ്. FIIs തുടർച്ചയായ 5ാമത്തെ ദിവസവും സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. വെള്ളിയാഴ്ച കുറച്ച് വലിയ ഒരു സെല്ലിങ്ങിലേക്ക് അത് പോയി. 2828 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ 2166 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. US മാർക്കറ്റുകൾ വെള്ളിയാഴ്ചയും US മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. നാസ്ഡാക്ക് 0.17% ഉയർന്നു. S&P 500 0.12% ഉയർന്നപ്പോൾ ഡൗ മാത്രമാണ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്ത് 0.04% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 8ാമത്തെ ആഴ്ചയും US മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. S&P 500 0.8% ഈ ആഴ്ച ഉയർന്നു. നാസ്ഡാക്ക് 0.12% ഉയർന്നത്. ഡൗ ജോൺസ് 0.2% നേട്ടമുണ്ടാക്കി. ഇനിയൊരു ഡാറ്റയിലേക്കാണ്. വെള്ളിയാഴ്ച US നിന്നും PCE പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വന്നു.
US പ്രൈസസ് 3.5 വർഷത്തിനിടെ ആദ്യമായി കുറഞ്ഞു. ഇത് വാർഷിക പണപ്പെരുപ്പ നിരക്ക് 3% താഴെ എത്തിച്ചു. PCE പ്രൈസ് ഇൻഡെക്സ് നവംബറിൽ 0.1% കുറഞ്ഞത്. ഇയർ ഓൺ ഇയറിൽ PCE പ്രൈസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 2.6% ഉയരുകയാണ് ചെയ്തത്. ഇൻഫ്ലേഷൻ കുറയുന്നു എന്നത് ഒരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. ഇനി ഡിസംബർ മാസം സ്റ്റോക്കുകളിലേക്ക് വന്നാൽ വലിയ നേട്ടമാണ് അവിടെ ടെക് സ്റ്റോക്കുകൾ അടക്കമുള്ള സ്റ്റോക്കുകളിൽ ഉണ്ടായത്. മെറ്റ 8% ഡിസംബർ മാസം ഉയർന്നത്. ആമസോൺ 7%, ടെസ്ല 5%, എൻവിഡിയ 4%, ആപ്പിൾ 2% എന്നിങ്ങനെയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസും വിപ്രോയും നല്ല ഒരു പെർഫോമൻസ് ആണ് വെള്ളിയാഴ്ച കാണിച്ചത്. ഇൻഫോസിസ് 1.90% ഉയർന്നപ്പോൾ വിപ്രോ 4.42% ഉയർന്നത്. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.57% ഉയർന്നു. ഇൻഫോസിസ് 0.92% ഇടിഞ്ഞു. ആക്സിസ് ബാങ്കും 0.86% ഇടിയുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡൗ 0.14% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്ന. S&P 500 0.08%, നാസ്ഡാക്ക് 0.13% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.04% ഉയർന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.11% നേട്ടമുണ്ടാക്കി. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.03% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. ടെക്നോളജി സെക്ടറാണ് ഇന്നലെ വെള്ളിയാഴ്ച അവിടെ വലിയ ഇടിവുണ്ടാക്കിയത്. 1.3% ഇടിഞ്ഞത്. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ നേട്ടമുണ്ടാക്കി. സ്റ്റോക്കുകളിൽ ലോവർ സ്റ്റോക്ക് ഔട്ട്ലുക്ക് മൂലം അഡിഡാസ്, പ്യൂമ എന്നിവ 5% ഇടിവാണ് അവിടെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകളിൽ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.04% ഉയർന്നാണ്. CAC 0.10% ഇടിഞ്ഞും FTSE 0.03% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാനിൽ നിന്നും ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ 2.8% ആയിരുന്നു. ഒക്ടോബറിൽ അത് 3.3%. 2022 ജൂലൈക്ക് ശേഷമുള്ള ഒരു സ്ലോവസ്റ്റ് പേസിലുള്ള ഇൻഫ്ലേഷൻ ഗ്രോത്താണ് ജപ്പാനിൽ കണ്ടത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകൾ ഗിഫ്റ്റ് നിഫ്റ്റി 21,416 എന്ന നിലയിലാണ്. 21.50 പോയിന്റ്സിന്റെ അപ്സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. 0.10% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 15 മുതൽ 20 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്കിന്ന് നമ്മുടെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് 0.03% ഡൗൺ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.45% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 0.10% ഇടിഞ്ഞുമാണ് ട്രേഡിംഗ് നടത്തുന്നത്. ഓയിൽ പ്രൈസുകൾ ഒപ്പക്കിൽ നിന്ന് പുറത്തായതിനു ശേഷം അഗോളയ്ക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ വെള്ളിയാഴ്ച നീണ്ട ക്രിസ്മസ് അവധിക്ക് മുന്നോടിയായി ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. എന്നാൽ US സാമ്പത്തിക വാർത്തകളും ഹൂത്തി കപ്പൽ ആക്രമണവും വിതരണ ചെലവ് വർദ്ധിപ്പിക്കുമെന്ന ആശങ്കകളും ഈ കഴിഞ്ഞ ആഴ്ച എണ്ണവില സ്ലൈറ്റ്ലി ഒന്ന് ഉയരാൻ കാരണമായി. ബ്രന്റ് ഉള്ളത് $78.82 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.03% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $73.60 പെർ ബാരൽ എന്ന നിലയിൽ 0.05% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്ത്. മാത്രമല്ല മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു. നന്ദി.